ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ എന്താ പരിപാടി? ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ ഗായ്സ്, നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു ടോപ്പിക് അല്ല, ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ഇപ്പൊ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഭവം എന്താ? യെസ്, അത് നമ്മളെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ലാസ്റ്റ് ഫ്യൂ ഡേയ്സിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, അതെ ഗൈസ്, നമ്മൾ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ബിഗ് ബോസിൽ എന്തൊക്കെ സംഭവിക്കുന്നു, കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും മാക്സിമം ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ പോലെ നമുക്കത് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മുടെ റിയാക്ഷൻ, നമ്മളത് എങ്ങനെയാണ് നമുക്കത് ഫീൽ ആയത്, നമുക്ക് എന്താ മനസ്സിലായത്, അപ്പോൾ അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ പോലെ ചെയ്യാമെന്നാണ് ഓർത്തത്. സോ നമുക്ക് ആദ്യം നമുക്ക് ആ വീഡിയോസ് നമുക്ക് കണ്ട് അങ്ങനെ ഒരു ഫ്ലോയിൽ പറഞ്ഞു തുടങ്ങാം അല്ലേ? അപ്പോൾ നമുക്ക് എന്താ തോന്നിയത് ലാസ്റ്റ്? ഇപ്പോൾ കുറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓവറോൾ ഒരു ഐഡിയ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നെവിന്റെ ഒരു ഇഷ്യൂ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നെവിൻ ആൻഡ് ഷാനവാസ് തമ്മിലുള്ള ഒരു ഇഷ്യൂ. പിന്നെ അതിനെ പിടിച്ച് കുറെ പേര് അത് വലിയ ഇഷ്യൂ ആക്കുന്നുണ്ട്. അതിൽ ബാക്കിയുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഞങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ലേ? അതെ, നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് എന്താ നമുക്ക് തോന്നിയത് എന്താ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ ബാക്കിയുള്ളവരെ കുറിച്ച് ഇങ്ങനെ അവരുടെ ഫാൻ ബേസോ അവരുടെ ആൾക്കാരെ കുറിച്ച് ഞങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. സോ നമുക്ക് തോന്നിയത് എന്താ, ആസ് എ വ്യൂവർ നമുക്ക് എന്ത് തോന്നി, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. യെസ്. വഴക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ലാസ്റ്റ് ഡേ അവരുടെ ടാസ്കിന്റെ ഡേയില് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ലേറ്റ് ആയി എന്ന് പറഞ്ഞിട്ടാണ് അവർ തമ്മിൽ അടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ആരുടെയാണ് നെവിന്റെ കയ്യിലിരിക്കുന്ന കേടോ എന്തോ തട്ടിപ്പറിച്ചെടുക്കുകയാണ് ചെയ്തത്. അതെ, അത് സംഭവം എന്താന്ന് വെച്ചാൽ അവർക്ക് ഫുഡ് കിട്ടാത്തത് വെച്ചിട്ട് അവര് ഫുഡ് ഉണ്ടാക്കാം, അവര് തന്നെ ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് അവർ ഇറങ്ങി. സോ ആ സമയത്ത് ബാക്കി എല്ലാവർക്കും ഇവർ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഇവര് ഓൾമോസ്റ്റ് കിച്ചൺ ഡ്യൂട്ടി എല്ലാം ഇവർ തന്നെ എടുത്തു. സോ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. മീൻസ് എന്ന് വെച്ചാൽ നൂറ, അനുമോൾ, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. സോ ഇവർക്ക് ഫുഡും കിട്ടുന്നില്ല. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ അവർ തന്നെ കിച്ചണിൽ കുക്ക് ചെയ്യാന്ന് പറഞ്ഞു വന്നു. സോ ആ സമയത്താണ് ഇവര് നെവിന് ഞങ്ങൾക്കുള്ള സാധനങ്ങൾ ഞങ്ങൾ എടുത്തിട്ട് പോവാന്ന് പറഞ്ഞ് എടുത്തിട്ട് പോയപ്പം ആ ഷാനവാസ് വന്നിട്ട് അത് തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കുന്നത്. അത് ആ ഒരു സമയത്ത് നെവിന് തോന്നിയ റിഫ്ലക്ഷനിലാണ്. അത് നെവിന്റെ ഒരു സ്വഭാവം നമുക്ക് തോന്നിയത് ആളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇപ്പൊ ആരെയും അറ്റാക്ക് ചെയ്ത് അപ്പൊ തന്നെ തിരിച്ച് ആൾക്ക് ഒരു പണി കൊടുത്ത ആള് 10 പണി തിരിച്ചു കൊടുക്കണമെന്ന രീതിയിലാണ് കുറച്ച് ദിവസമായിട്ട് ആളിങ്ങനെ പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് സാധനം തട്ടിപ്പറിച്ചപ്പോ അവന് പെട്ടെന്ന് റിഫ്ലെക്സ് ആയി തോന്നിയത് ഈ സാധനം അല്ലാണ്ട് ആള് ഫിസിക്കൽ അസോൾട്ട് ചെയ്യാന്നുള്ള രീതിക്കല്ല ചെയ്തത്. ആള് തട്ടിപ്പറിച്ചപ്പോ അത് പുറത്തു പോയി. അപ്പൊ അവന്റെ ദേഷ്യം കൊണ്ട് അത് അവൻ തിരിച്ചറിഞ്ഞു. ഫിസിക്കലി ചെയ്തിട്ടില്ല, നമ്മൾ കണ്ടതിൽ നമുക്ക് ഫിസിക്കലി ചെയ്ത പോലെ തോന്നിയിട്ടില്ല. സോ അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. അപ്പൊ ആള് ആ ഒരു സമയത്ത് ആൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവും, ആള് ഇങ്ങനെ വീണിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഇവനും നെവിനും ആരെയും ഇവർക്ക് അറിയാം ഇവര് ഫിസിക്കലി ഒന്നും ചെയ്തിട്ടില്ല. സോ അതൊരു ഡ്രാമ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ സമയം കൂടുമ്പോൾ പുള്ളി പിന്നെയും ആ ഡ്രാമയാണെങ്കിൽ അപ്പൊ തന്നെ നീക്കണം അത് അല്ലെ? കുറച്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നീക്കണമെങ്കിൽ കുഴപ്പമില്ല. പിന്നെയും കൂടുമ്പോൾ അത് ഡ്രാമ എല്ലാം തോന്നിട്ട് പിന്നെ അവര് വരുന്നുണ്ട്. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഇപ്പൊ നെവിൻ ഷാനവാസില നെവിൻ ആരെന്ന അടുത്ത ആള് ഈ 3 പേർക്ക് ഒരു മിനിറ്റ് ഷാനവാസ് ഈ സാധനം കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് ഇവർക്ക് തോന്നിയത് ഇത് ആക്ടിങ് അല്ല റിയൽ ആണെന്ന് തോന്നിയത്. അപ്പൊ അതുവരെ ഇവര് ആക്ടിങ് ആന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇവര് ഓൾറെഡി ഇതുപോലെ കോമഡി സീൻസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അതിന്റെ കൂടെ അതുപോലെ തന്നെ ആക്ട് ചെയ്യായിരിക്കും ഓർത്ത് ഇവർ ആക്ടിങ് ആന്ന് പറഞ്ഞു. പക്ഷെ ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്കറിയാം ആ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് സീരിയസ് ആണെന്ന് അവര് മനസ്സിലാക്കാൻ ഒരു മിനിറ്റ് എടുത്തു. അത് അവരുടെ കയ്യിലൊരു തെറ്റായിട്ട് എനിക്ക് തോന്നില്ല. നിനക്ക് എന്താ തോന്നിയത്? എനിക്കത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. എന്താന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായിട്ടില്ലല്ലോ ആ സാധനം. ഇപ്പൊ ബാക്കിയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ളവർക്ക് ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവര് ബിഗ് ബോസ് കുറെ പ്രാവശ്യം പറയുന്നുണ്ട് അവര് ഷാനവാസിനെ കൊണ്ടുപോവാന്ന്. അപ്പോഴും ഇവര് ബാക്കിയുള്ളവരെല്ലാരും അടി ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഇതാണ് നമ്മൾ കണ്ടത്. അത് നമുക്ക് കാണാം. ഈ സീന് കണ്ടിട്ട് നമുക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ
ആൾക്ക് വയ്യാണ്ടിരിക്കുക. അപ്പൊ എന്തായാലും ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പൊ ബിഗ് ബോസ് ഇങ്ങനെ കുറെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് അക്ബറും ആര്യനും നെവിനൊക്കെ വന്നിട്ട് ഓക്കെ അവരെ കൊണ്ടുപോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആ കൊണ്ടുപോകുന്ന വഴിക്കാണ് ഈ അനുമോൾ ഇങ്ങനെ ആര്യന്റെ കൈ തട്ടിമാറ്റുന്നത്. അത് തട്ടിമാറ്റുന്നത് എന്തോ നമുക്കൊരു അത് ശരിയായിട്ട് തോന്നിയില്ല. എത്ര വലിയ എനിമി ആണെങ്കിലും എന്താണെങ്കിലും ഒരു ഗെയിമിൽ നമ്മൾ ഗെയിമായിട്ട് കളിക്കുമ്പോൾ നമുക്ക് എല്ലാം ഉണ്ടാവും. ആസ് എ ഒരു ഹ്യൂമൻ ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ ആൾക്ക് വയ്യാണ്ടിരിക്കുന്നത് അത് അവർ മനസ്സിലാക്കിയിട്ടാണ് അവർ കൊണ്ടുപോകാൻ നോക്കുന്നത്. അവിടെ വന്നിട്ട് അനുമോൾ വന്നിട്ട് കൈ തട്ടിമാറ്റി, നീയല്ലേ കൊല്ലാൻ നോക്കിയത്, നീയല്ലേ ഇങ്ങനെ ചെയ്യാൻ നോക്കിയത്, നിങ്ങളെല്ലാവരും അല്ലേ ഇങ്ങനെ ആക്കിയത് എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ അനുമോൾ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് നമുക്ക് തോന്നിയായിരുന്നു. അതാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് എന്താന്ന് വെച്ചാല് നെവിൻ അത് മനഃപൂർവ്വം ആളെ കൊല്ലാൻ വേണ്ടി ആൾക്ക് എന്തെങ്കിലും പറ്റാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമല്ല. അറിയാണ്ട് അവന് ആ ഒരു റിഫ്ലെക്സിൽ ചെയ്ത കാര്യം ആൾക്ക് ഇങ്ങനെ പറ്റിയതിൽ അവനെ മാത്രം തെറ്റ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നീ തൊടണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര എന്താന്ന് വെച്ചാൽ ഓൾറെഡി അവര് കുറെ സമയം എടുത്തു ആളെ കൊണ്ടുപോകാൻ വേണ്ടിട്ട്. ആൾ അങ്ങോട്ട് നടന്നു പോകുന്ന വഴിക്ക് പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു നമുക്ക് തോന്നി. എന്താന്ന് വെച്ചാൽ അവര് അങ്ങോട്ട് കൺഫെഷൻ റൂമിൽ എത്തിയിട്ട് പുള്ളിക്ക് കിട്ടേണ്ട ട്രീറ്റ്മെന്റോ എന്തൊന്ന് കിട്ടിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ഇവര് അടി ഉണ്ടാക്കുന്നോ എന്ത് വേണേലും ചെയ്തോട്ടെ. പോകുന്ന വഴിക്ക് എന്റെ ആര്യന്റെ കൈ എടുത്തു മാറ്റുക, നീ പിടിക്കാൻ പാടില്ല, നീയാണ് എല്ലാം ചെയ്തത്, നിങ്ങളാണെല്ലാം ചെയ്തത്, ഞങ്ങൾ കൊണ്ടുപോയിക്കോളും, അങ്ങനത്തെ ഒരു ചീപ്പ് ഒരു പരിപാടി നമുക്ക് അങ്ങനെ വേണ്ടായിരുന്നു എന്ന് തോന്നി. എന്ന് വെച്ചാൽ അനുമോള് നമ്മൾ കുറ്റം പറയുന്നില്ല, പക്ഷെ അവളുടെ ഒരു ക്യാരക്ടർ ആ ഒരു സമയത്ത് ഒരു എന്താന്ന് നമുക്ക് മനസ്സിലായില്ല. അങ്ങനത്തെ ഒരു ഹ്യൂമാനിറ്റി ഇല്ലാത്ത ഒരു ക്യാരക്ടർ പോലെ തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ടും പുള്ളിനെ അവിടെ ഇരുത്തിയിട്ട് പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഒരാള് നമ്മളെ ഒരു ഹ്യൂമാനിറ്റി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരാൾ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുമ്പോൾ അവിടെ കിടന്ന് ഇങ്ങനെ ചുറ്റിയിരുന്ന് അടി ഉണ്ടാക്കുന്നത് നമുക്കൊരു ശരിയായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു റോഡിലൊക്കെ പോകുമ്പോൾ ഒരാൾ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ ആംബുലൻസ് എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവിടെ കിടന്ന് അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആള് കിടക്കുന്ന ആൾക്കൊരു ഫീൽ ഉണ്ടാവും. ഇപ്പൊ ഷാനവാസിന് എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും നമുക്കറിയില്ല. നമുക്ക് ഫീൽ ചെയ്ത കാര്യം നമ്മൾ പറയുന്നത്. എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. അതിന് പകരം അതിന്റെ ഇടയ്ക്ക് കിടന്ന് അവര് തമ്മിലുള്ള ദേഷ്യം തീർക്കേണ്ട ആവശ്യമില്ല. അതിന് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ അവർക്ക്. അതെ. അപ്പൊ അതാണ് ഗൈസ് ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് നമുക്ക് തോന്നിയ ഒരു കുറച്ച് കാര്യങ്ങൾ. എനിക്ക് തോന്നിയതേ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ നടക്കുമ്പോഴും മാക്സിമം ഞങ്ങൾ കണ്ടത് ഇത്ര ദിവസം നമ്മളെ ബിഗ് ബോസ് കണ്ടത് വെച്ചിട്ട് ഈ അനുമോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോ അനുമോളിന്റെ കുറച്ച് പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും. അത് നമ്മളുടെ പ്രേക്ഷകരിലേക്ക് അടിച്ച് ഇതാണ് പോയിന്റ്, ഇങ്ങനെ നമ്മൾ പോയിന്റ് ആയിട്ട് പറയാം, നിങ്ങളാണ് ചെയ്തത്, നീ ഇങ്ങനെയാണ് ചെയ്തത്, ഇതെല്ലാരും നാട്ടുകാരെല്ലാരും കാണുന്നുണ്ട്, ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോ അല്ലേ. ഇപ്പൊ ഇതെന്ന് വെച്ചാൽ അത് അനുമോളുടെ സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതൊരു സ്ട്രാറ്റജിയാണ്. എന്താന്ന് വെച്ചാൽ ഒരു സീരിയൽ കൈൻഡ് ഓഫ് ആക്ടിങ്. നമ്മളൊരു സീരിയൽ കാണുമ്പോൾ നീ അങ്ങനെയല്ലടാ ചെയ്തത്, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നീയാണ് എല്ലാത്തിനും ചെയ്തത്, അങ്ങനത്തെ കൈൻഡ് ഓഫ് നമ്മളെ ഈ പ്രേക്ഷകരെ ഇങ്ങനെ ഇരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് കൈൻഡ് ഓഫ് ഡയലോഗ്സ് ഉണ്ട്. ആ ഡയലോഗ്സ് അനുമോൾ ഇടുന്ന പോലെ എനിക്ക് തോന്നിയത് അനുമോൾ അതിന്റെ അകത്ത് 24/7 ഒരു സീരിയൽ ആക്ട്രസിനെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുക. അനുമോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ സ്ക്രീനിൽ അനുമോളെ കാണണം എന്നുള്ളത് കൊണ്ട് മാത്രം ഇടുന്ന കാര്യങ്ങളാണ്. മേ ബി അവളുടെ സ്ട്രാറ്റജി ആവും. ഓക്കെ, എന്താന്ന് വെച്ചാൽ അവർക്ക് ഈ ക്യാമറ ഇവിടെ എന്താ സ്ക്രീൻ സ്പേസ്, ഈ ക്യാമറ ഏത് ആംഗിൾ എല്ലാത്തിലും അവർക്ക് അതിൽ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവള് മാക്സിമം നോക്കുന്ന പോലെ നമുക്ക് തോന്നി. സോ ഈ ഒരു ഇഷ്യൂല് വേറെ എന്തായാലും കുഴപ്പമില്ല. ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റലൈസ് ആക്കേണ്ട ഒരു ഇഷ്യൂല് ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു നമുക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ആര്യന്റെ സൈഡും നമുക്ക് അക്ബറിന്റെ സൈഡും നെവിന്റെ സൈഡും നമുക്ക് നോക്കുമ്പോൾ അവര് ചെയ്തത് ഒരു തെറ്റായ കാര്യം തന്നെ. എന്ന് വെച്ചാൽ ഫുഡ് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിട്ടില്ല എല്ലാവർക്കും. ഇപ്പൊ ഷാനവാസ് ആണെങ്കിൽ പുള്ളി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തത് അവരുടെ തെറ്റായിട്ട് നമുക്ക് തോന്നി. സോ അത് അവരെ നല്ലതെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ആൾക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ അവർ ഹെൽപ്പ് ചെയ്യാൻ വന്നത് അതൊരു നല്ലതായിട്ട് നമുക്ക് തോന്നി. അതിലും ഇവർ ചെയ്ത ഇങ്ങനത്തെ സ്വഭാവം നമുക്കത് ശരിയായിട്ട് തോന്നിയില്ല. അപ്പോ ഇനി നമുക്ക് ഇതിലും വേറെ ഒന്നും പറയാനില്ല അല്ലേ. ഇനി നെക്സ്റ്റ് ഷാനവാസ് എന്നാണ് ഇതിലേക്ക് എൻട്രി ചെയ്യുന്നത് നമുക്കറിയില്ല. ഷാനവാസ് ശരിക്കും ഹോസ്പിറ്റലാണോ അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ മാറ്റി നിർത്തിയേക്കാണോ എന്നൊന്നും നമുക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. യെസ്, അപ്പോൾ ബാക്കി ഇനി അടുത്ത ഷാനവാസ് വന്നിട്ട് ഇത് എന്താന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ വീക്ക് ഒരു എവിക്ഷനും കൂടെ ഉണ്ട്. എവിക്ഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ ചിന്തിക്കുന്നത് നമുക്കറിയാം. നമ്മളെ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു, എല്ലാവരും ഇങ്ങനെ ചിന്തിക്കണമെന്നില്ല. നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ആരാണ് കറക്റ്റ്, ലൈക്ക് ആര് സൈഡിലാണ് ഇത് മിസ്റ്റേക്ക് ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇതുപോലെയാണ് തോന്നിയത്. നിങ്ങൾക്കും ഇങ്ങനെ തന്നെയാണോ തോന്നിയത് എങ്കിൽ കമന്റ് ചെയ്യൂ. പിന്നെ വേറെ ഒന്നും നമ്മൾ ഇതിലൊന്നും കൂടുതൽ സംസാരിക്കാനില്ല. അപ്പോൾ നമ്മൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് തോന്നിയ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യാമെന്ന് ഓർത്തു.
പിന്നെ അപ്പൊ ഇതിങ്ങനെ പോവാ. അടുത്ത എവിക്ഷനിൽ ഒരു എവിക്ഷനും കൂടെ വരും. ഇനി കുറച്ചും കൂടെ പോകുമ്പോൾ കുറച്ചും കൂടെ എല്ലാം ടൈറ്റ് ആവും. സോ നല്ല ആൾക്കാർ ജയിക്കട്ടെ. ആരാണ് ഒറിജിനൽ ആയിട്ട് അതിന്റെ അകത്ത് നിൽക്കുന്നത്, അതായത് എൻ്റെ ഡേ ഒരു ഗെയിം ആയിട്ട് കാണാണ്ട് ലൈക്ക് ഒരു സീരിയലോ ഒരു സിനിമയോ ഒക്കെ പോലെ അഭിനയിക്കാണ്ട് ആരാണ് അതിൽ ഒറിജിനൽ ആയിട്ട് നിൽക്കുന്നത് അവര് തന്നെ ജയിക്കട്ടെ എന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. അതിൽ നല്ല ക്യാരക്ടർ നിങ്ങൾക്ക് ആരാണ് അങ്ങനെ തോന്നുന്നത്, ഒറിജിനൽ ആയിട്ട് നിൽക്കുന്ന ആരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമന്റ് ചെയ്യൂ. ഓക്കെ, അപ്പൊ നമ്മളെ ബിഗ് ബോസ് സീസൺ 7 നമ്മള് ഇതാണ് നമുക്ക് ഈ ഒരു ഇഷ്യൂ വെച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളത്. സോ ഇതേപോലെ എന്തെങ്കിലും അടുത്ത ഇഷ്യൂസ് എന്തെങ്കിലും വരും, നമുക്ക് എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത വ്ളോഗിൽ അങ്ങനെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എല്ലാരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം ഗൈസ്. സോ അപ്പോ കുറച്ച് സീരിയസ് ആയി പോയോന്ന് അറിയില്ല, ഞങ്ങള് നോർമലി ഇങ്ങനെ സീരിയസ് ടോപ്പിക്സ് ഒന്നും എടുക്കാറില്ല. അപ്പോ ഇത് കുറച്ച് ഞങ്ങൾക്ക് എന്തോ സംസാരിക്കാൻ തോന്നി. എന്താ വെച്ചാൽ നമുക്കൊരു നമ്മള് ഡെയിലി ഇങ്ങനെ കാണുന്നോണ്ട് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോ നമുക്ക് ഇപ്പൊ പറയാനുള്ള സ്പേസ് ഇല്ല. നമുക്ക് ഈ ഒരു സ്പേസിൽ പറയുമ്പോൾ ആൾക്കാർക്ക് എത്തുന്നുണ്ടെങ്കിൽ എത്തിക്കോട്ടെ, അങ്ങനത്തെ രീതിയിലാണ്. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യും ബാക്കിയുള്ളവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. മേ ബി നിങ്ങൾ കമന്റ് ചെയ്താൽ ഞങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ഞങ്ങൾക്ക് കണ്ടിട്ട് ഈ ഒരു രീതിക്കാണ് നമുക്ക് തോന്നിയത്, നമുക്കത് എക്സ്പ്രസ് ചെയ്യാനും തോന്നി. യെസ്, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. സോ വി ആർ വൈൻഡിങ് അപ്പ് ദിസ് ബിഗ് ബോസ് ഇഷ്യൂ റിയാക്ഷൻ ആക്ച്വലി. സോ നമുക്ക് ഇനി അടുത്ത റിയാക്ഷൻ വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. Stay tuned guys. Bye.